തിരുവനന്തപുരം നഗരത്തെ സ്മാർട്ടാക്കാനായി തുടങ്ങിയ സ്മാർട്ട് റോഡ് നിർമ്മാണമാണ്. സ്മാർട്ട് റോഡ് നിർമ്മാണം പൂർത്തിയാകുമെന്ന് പറയുന്ന സമയപരിധിയിലേക്ക് എത്തുന്നു. പക്ഷേ ഒരിടത്തും റോഡ് നിർമ്മാണം പൂർത്തിയാകുന്നില്ല. കാലാവസ്ഥ അനുകൂലമായിരുന്ന സാഹചര്യത്തിൽ പോലും ഇതിൻ്റെ പണി വേഗത്തിൽ പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു പ്രതിസന്ധിയായി അവശേഷിക്കുന്നത്. നമുക്ക് വഞ്ചിയൂരിൽ നിന്നും ജനറൽ ആശുപത്രിയിലേക്ക് പോകുന്ന വഴിയിലാണ് ഞാൻ നിൽക്കുന്നത്. ആ വഴിയിൽ പലയിടങ്ങളിലായി വലിയ കുന്നുകൾ കാണാം, മണ്ണ് കുന്നുകൂട്ടിയിട്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ പലയിടങ്ങളിലായി വലിയ കിടങ്ങുകൾ കാണാം. ആ കിടങ്ങുകളിൽ ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ പ്രശ്നം, ഈ വഴികളിൽ ഉണ്ടായിരുന്ന പ്രശ്നം എന്ന് പറയുന്നത് ഇവിടുത്തെ പൊടിശല്യമായിരുന്നുവെങ്കിൽ ഇപ്പോൾ ആ പൊടിശല്യം മാറിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അത് ചെളിയായി മാറി ചെളിശല്യമാകുന്ന അവസ്ഥയാണുള്ളത്. ഈ കുഴികളൊക്കെ ഇന്നലെ കുഴികൾ മാത്രമായിരുന്നു, ഇപ്പോൾ അത് കുളമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. എല്ലായിടങ്ങളിലും വെള്ളം കെട്ടിക്കിടക്കുന്നു. ഈ വെള്ളമൊക്കെ ഇനി മോട്ടറടിച്ച് പറ്റിച്ച് അല്ലെങ്കിൽ വെയിൽ തെളിഞ്ഞ് ആ വെള്ളം സ്വയമേ പറ്റിപ്പോയതിനു ശേഷം മാത്രമാണ് ഇനിയിപ്പോൾ ഇവിടുത്തെ നിർമ്മാണം തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ. ഈ പ്രദേശത്തെ ആളുകൾ വലിയ തോതിൽ പ്രതിസന്ധി അനുഭവിക്കുന്നുണ്ട്. വീടിനുള്ളിലാണ് പല വീടുകളിലും ഈ ചെളി കയറിയിരിക്കുന്നത്. ആ വീട്ടുകാർ നേരിടുന്ന പ്രതിസന്ധി എന്ന കാര്യം ഗോകുൽ വിശദീകരിക്കും. ഞാൻ നിൽക്കുന്ന ഒരു വീടിൻ്റെ മുൻഭാഗത്താണ്. ആ വീട്ടിലേക്ക് വരുമ്പം ആ സാഹചര്യം വളരെ രൂക്ഷമാണ്. കാരണം വീട്ടിലേക്ക് കയറാൻ തന്നെ മാസങ്ങളായി ഇവരിവിടെ കുടുങ്ങിക്കിടക്കുകയാണ്. കാരണം ഇവിടെ നിന്ന് വണ്ടി എടുത്തുകൊണ്ട് പോകാൻ പറ്റില്ല. കിലോമീറ്റർ അപ്പുറത്താണ് ഈ വണ്ടികളൊക്കെ തന്നെ അവർ വീട് പാർക്ക് ചെയ്തിരിക്കുന്നത്. ഒപ്പം വീട്ടിൽ നിന്ന് ചെളി അടിച്ചിറക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത്. കാരണം ഈ റോഡുകളൊക്കെ തന്നെ മാസങ്ങളായി. എന്തായാലും നമുക്ക് ചേട്ടനോട് തന്നെ ചോദിക്കാം. ചേട്ടാ, എത്ര മാസമായി ഇവിടെ പണി? ഒരു 1.5 മാസം വരെ ആയിട്ടുണ്ട്. ഈ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്? ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ഇവിടെ അമ്മ ഇന്നലെ രാത്രി വീഴാൻ പോയി. ഇവിടെ കയറ്റം അടയ്ക്കാൻ വേണ്ടി പോയിട്ട് 86 വയസ്സായ അമ്മയാണ്. അദ്ദേഹത്തിന് വെളിയിറങ്ങാനും ആശുപത്രി കൊണ്ടുപോകാനും ഒരു മാർഗ്ഗമില്ല. വണ്ടി തട്ടിട്ട് മാസങ്ങളായി ബാറ്ററി വേണ്ടി ചാർജ് പോയി. അങ്ങനെ വലിയ ദുരിതം അനുഭവിക്കുകയാണ് ഇതിൻ്റെ അകത്ത്. മണിക്കൂറുകളുടെ പരിശ്രമത്തിനൊടുവിലാണ് ഇത്രയും മണ്ണ് ഈ പ്രദേശത്ത് നിന്ന് നീക്കാനായിട്ട് സാധിച്ചത്. വണ്ടി അടക്കമുള്ളവ പുറഞ്ഞു പോയിട്ടുണ്ട്. അതായത് അത്രയ്ക്ക് വലിയ ദുരിതത്തിലാണ് തലസ്ഥാനത്തുള്ളവരുടെ ജനജീവിതം. ഞാനിപ്പോൾ ആളിനെ കൂലിക്ക് നിർത്തി ചെയ്യിപ്പിക്കുക, മണ്ണ് കയറിയ എല്ലാം കൂടെ മാറ്റാൻ. ഈ റോഡ് പണിയുമായി ബന്ധപ്പെട്ട് മാസങ്ങളായി. അപ്പോൾ ആ സമയത്തൊക്കെ തന്നെ വേനലായിരുന്നു. ഇന്നലെ ഒരു വേനൽ മഴയത്ത് ഇത്രത്തോളം ബുദ്ധിമുട്ടാണ് ജനങ്ങൾക്കുണ്ടാകുന്നത്. പരിഹരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഇടപെടലും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് നേരത്തെ പറഞ്ഞതുപോലെ ആ നിലയിലേക്ക് കാര്യങ്ങൾ ചെയ്യാനാകുമെന്ന്. ആ പരിഹാരം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിന് അള്ളു വെക്കാൻ ആരും ശ്രമിക്കരുത്. എല്ലാവരും യോജിച്ച് വെക്കണം. തെറ്റായ ചില പ്രവണതകൾ, ചില കൊലക്കൊമ്പൻ കരാറുകാർ നടത്തിയ തെറ്റായ പ്രവണതക്കെതിരെ ശക്തമായ നിലപാടാണ് LDF സർക്കാർ സ്വീകരിച്ചത്. അതിൽ പ്രയാസം തെറ്റായ പ്രവണതകളുള്ളവർക്ക് ഉണ്ടാകും. തിരുവനന്തപുരം നഗരത്തിലെ സ്മാർട്ട് റോഡുകളുടെ നവീകരണം സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്നുള്ളതാണ് മന്ത്രി അടക്കമുള്ളവർ ആവർത്തിച്ച് പറയുന്നത്. ഈ മാസം അവസാനത്തോടു കൂടി നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുമെന്നായിരുന്നു ആറ്റുകാൽ പൊങ്കാലയുടെയൊക്കെ സമയത്ത് പറഞ്ഞത്. പക്ഷേ ഇനി 7 ദിവസം കൂടി മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. അതിനിടയ്ക്ക് ഈ കാണുന്ന റോഡിൻ്റെ ഒന്നും നിർമ്മാണം ഒരു കാരണവശാലും പൂർത്തിയാക്കാൻ കഴിയില്ല എന്നുള്ളതാണ് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം മേയർ മുൻപ് പറഞ്ഞിരുന്നത് 23-ാം തീയതിയോടുകൂടി ഈ റോഡിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കുമെന്നുള്ളതായിരുന്നു. ഇന്നാണ് 23. ഏതായാലും അതിനും ഒരു വഴിയുമില്ല. വേനൽ മഴ എത്തിയതോടുകൂടി കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പ്രതികൂലമായ കാലാവസ്ഥയെ പഴിചാരാതെ എത്രയും പെട്ടെന്ന് ജനങ്ങളുടെ ഈ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി റോഡ് നവീകരണം പൂർത്തിയാക്കാനുള്ള നടപടികളാണ് ഇനി ഉണ്ടാകേണ്ടത്. അമൽ തേനംപറമ്പലിനും ഗോകുൽനാഥിനുമൊപ്പം AK സ്റ്റെഫൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.